വിഴിഞ്ഞത്ത് ബോട്ടപകടത്തിൽ മത്സ്യത്തൊഴിലാളിയെ ജോണിനെ കാണാതായിട്ട് 5 ദിവസം. കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം ഫിഷറീസ് ഓഫീസിലെത്തി തിരച്ചിലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അസിസ്റ്റന്റ് ഡയറക്ടറെ അറിയിക്കും. അതേസമയം കോസ്റ്റൽ പോലീസ് ശരിയായ രീതിയിലല്ല തിരച്ചിൽ നടത്തിയതെന്ന് ജോണിന്റെ മകൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും വിലയില്ലേ എന്നും മകൻ ചോദിക്കുന്നു. എൻ്റെ പപ്പ ജോണിനെ കടലിൽ കാണാതായി ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഈ 5 ദിവസവും എങ്ങനെയുള്ള സെർച്ചിങ്ങാണ് നടന്നത്? കടലിൽ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് പേര് പോയി. പോയവർ വളരെ ചുരുക്കം ദൂരമാണ് പോയത്. ഇത്രയും വിശാലമായുള്ള കടലാണ് കിടക്കുന്നത്. ആദ്യത്തെ ദിവസം ഇവർ പോയിട്ട് കിട്ടിയില്ല. എന്തുകൊണ്ട് ഒരു ഫർദർ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ സെർച്ച് നടത്തുന്നില്ല? ഒരാളായതുകൊണ്ടാണ്. ഒരാളുടെ ജീവന് വിലയില്ലേ? ഒരു ഫസ്റ്റ് ദിവസം ഹെലികോപ്റ്റർ ഇറക്കിയെന്ന് പറഞ്ഞു. ഹെലികോപ്റ്റർ എവിടം വരെ പോയെന്ന് നമ്മൾ കണ്ടതാണ്. പേരിന് വേണ്ടി ഇറക്കി, അതിവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്നലെ ഹെലികോപ്റ്റർ ഇറക്കണമെങ്കിൽ ഇന്നലെ എന്തുകൊണ്ട് നിങ്ങൾ ഇറക്കി അത് സെർച്ച് ചെയ്തില്ല? ഇന്നലെ അന്തരീക്ഷം നല്ല രീതിയിലാണ് കിടന്നത് രാവിലെ മുഴുവനും. ഇന്നലെ വള്ളവും കൊണ്ട് കുറച്ച് പേര് തിരിച്ചു വന്ന 4 പേര് വള്ളവും കൊണ്ട് തിരിച്ചു വന്ന് അവർ കടലിൽ കിടന്ന് സെർച്ച് നടത്തി. എന്നിട്ട് അവിടെ ഒന്നും കിട്ടിയില്ല. അതേസമയം നിങ്ങൾ മുകളിലൂടെ ഒന്ന് സെർച്ച് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ? എന്തുകൊണ്ട് ആ രീതിയിലുള്ള സെർച്ചൊന്നും നടത്തുന്നില്ല? എന്നിട്ട് പാവപ്പെട്ടവരായോണ്ടാണോ അതോ കടലിൽ പണി ചെയ്യുന്നവരായോണ്ടാണോ? എഫ്ഐആർ എഴുതാൻ മാത്രമായി എന്തിനാണ് കോസ്റ്റ് ഗാർഡ് എന്ന ജോണിന്റെ മകൾ ചോദിക്കുന്നു. അപകടം വന്ന ഉടൻ തിരച്ചിൽ നടന്നില്ലെന്നും മകൾ പറയുന്നു. 12 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്. അതിനുശേഷം വരെ ഇവർ മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോയവർ 18 മുതൽ 20 വരെ നോട്ടിക്കൽ മൈൽ അകലെയാണ് അവർ പോയത്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെയും കൂടെ പരിധിയിൽ വരുന്നതാണ്. സർക്കാർ വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടെന്നും തെരച്ചിൽ ഊർജിതമാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കടലിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. അതായത് സെർച്ച് ചെയ്യാഞ്ഞിട്ടല്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കിട്ടിയിട്ടില്ല എന്ന് മാത്രം. എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, രാവിലെ വിശദമായി സനിസയോട് കാണാതായ ആളുടെ മകൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. കുറച്ച് ദൂരം പോയി, പിന്നീട് ഉദ്യോഗസ്ഥർ ഛർദ്ദിച്ചെന്ന് പറഞ്ഞ് തിരികെ വന്നു. ഇതാണ് ഇവരുടെ തെരച്ചിൽ എന്നാണ് പറയുന്നത്. ജീവൻ ഒരു വിലയില്ലേ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നത്. ഉത്തരം പറയേണ്ടത് ഇവിടെയുള്ളവരുടെ ബാധ്യത. ദിവസമായി കിട്ടിയില്ല എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഹെലികോപ്റ്റർ അടക്കം വരണം, ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയാൽ മാത്രമേ ഇനി കാര്യമുണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഹെലികോപ്റ്റർ വന്നിടത്ത് ഇറങ്ങിയത്ര, പക്ഷെ അത് പുറത്തുകൂടി സമീപത്തുകൂടി സഞ്ചരിച്ചുകൊണ്ട് ഒരു പേരിന് ഒരു മാത്രം കാണിച്ചതുകൊണ്ട് പുറത്തേക്ക് പിന്നീട് അത് ഉണ്ടായില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് മന്ത്രി പറയുന്നത് തിരച്ചിൽ ഊർജിതമാണെന്നുള്ളത്. ഇത് ആർക്കാണോ അത് ബോധ്യപ്പെടേണ്ടത് അവർക്കത് ബോധ്യപ്പെടുന്നില്ല. നിലവിൽ തിരച്ചിൽ ഊർജിതമാണ് എന്നുള്ളത്. എന്താണ് നിലവിലെ സാഹചര്യം അവിടെ? ഇത്രയും പ്രതിഷേധങ്ങൾക്കൊടുവിലെങ്കിലും ഊർജിതമായൊരു തിരച്ചിൽ അവർക്ക് കൂടി, പ്രതിഷേധമുള്ളവർക്ക് കുടുംബത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഊർജിതമായൊരു തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ടോ? ഇതുവരെ അത്തരത്തിൽ ഒരു ഊർജിതമായ തെരച്ചിൽ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ശ്യാമിലി പറയാനുള്ളത്. കൂടാതെ തന്നെ മന്ത്രി പറഞ്ഞു തെരച്ചിൽ നടക്കുന്നുണ്ടെന്ന്. പക്ഷേ 5ാം ദിവസം തന്റെ പിതാവിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഒരു കുടുംബം ഫിഷറീസ് ഓഫീസിന്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത്. അതും അവർ വ്യക്തമായി പറയുന്നുണ്ട്. ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ ഒരു തെരച്ചിൽ നടന്നില്ല. പിന്നീട് നടന്ന തെരച്ചിലിൽ ഈ ഒരാളുടെ ജീവൻ ആയതുകൊണ്ടാണോ തുടർന്നുള്ള 4 ദിവസം തിരച്ചിൽ നടത്താത്തത്? കൂടാതെ അന്നൊരു ഹെലികോപ്റ്റർ വന്നു, എന്നാൽ അത് അധിക ദൂരം സഞ്ചരിച്ചില്ല, അധിക ദൂരം ഫ്ലൈ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ തെളിഞ്ഞ ഒരു കാലാവസ്ഥയുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ സമയത്ത് തെരച്ചിൽ നടത്തിയില്ല? ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഫിഷറീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഊർജിതമായ തെരച്ചിൽ ഇല്ലാത്തത് കൊണ്ട് ഈ സ്വന്തം റിസ്കിൽ മത്സ്യത്തൊഴിലാളികൾ, ഇയാളുടെ ഒപ്പം മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ തന്നെ അവർ സഞ്ചരിച്ച പാതയിലൂടെ ആഴക്കടലിൽ അടക്കം പോയി തെരച്ചിൽ നടത്തുകയായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. ഇതിൽ ഈ ജോണിന്റെ മകൻ എടുത്തു പറയുകയുണ്ടായി, കേരളത്തിലൊരു ദുരന്തം വരുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾ സർക്കാർ വിളിക്കുമ്പോൾ അവർ വിളിപ്പുറത്തെത്തുന്നുണ്ടല്ലോ, മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ ഒരു വിലയുമില്ല, അവർ വിളിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് തെരച്ചിൽ നടത്തുന്നു എന്ന മറുപടി മാത്രം കൊടുക്കുന്നു എന്ന ഒരു ആരോപണം ഈ ജോണിന്റെ മകൻ ഉന്നയിക്കുകയുണ്ടായി. കൂടാതെ ജോണിന്റെ മകൾ ജിജി ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയതായിട്ട് അവരറിയുന്നു, ഒരു സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്ററിൽ പോയതായിട്ട് അറിയുന്നു. പക്ഷെ അവരുടെ പിതാവിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ, ഒരു തിരച്ചിൽ നടത്താൻ ഹെലികോപ്റ്ററോ നാവികസേനയുടെ സഹായമോ തേടാൻ ഇവിടെ ഒരു സർക്കാർ
സർക്കാർ ഇല്ല എന്നൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ കുടുംബം വ്യക്തമാക്കുന്നുണ്ട് ഈ മുന്നറിയിപ്പ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ മത്സ്യബന്ധനത്തിന് പോയതിനു ശേഷമാണ് ഈ മുന്നറിയിപ്പ് ഇവർക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് മാധ്യമങ്ങളിലൂടെയും മറ്റ് ഉദ്യോഗസ്ഥ തലങ്ങളിലൂടെയും ഒക്കെയാണ് ഇവരിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് എത്തുന്നത്. അത്തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചതും ഇവർ എടുത്തു പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഈ പ്രാദേശികമായിട്ട് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 20 ദിവസമൊക്കെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് വന്നാൽ അവർക്ക് അത് പോസിബിൾ അല്ല. കാരണം 20 ദിവസം ജോലിക്ക് പോവാതിരുന്നാൽ അവരെ പോറ്റാൻ ഇവിടെ ഒരു സർക്കാർ ഇല്ല എന്നവർ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ജോലിക്ക് പോകാതിരിക്കും? കടൽ മാത്രമാണ് അവരുടെ ഉപജീവന മാർഗം. ഇതിലൊക്കെ ഒരു നടപടി വേണം. നേവിയുടെ സഹായം തേടണം. ഉടനെ തന്നെ ജോണിനെ കണ്ടെത്തണം. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണം. കൂടാതെ തന്നെ പ്രാദേശികമായി കാലാവസ്ഥ പ്രവചനം നൽകുന്ന രീതിയിലുള്ള സാങ്കേതികത്വം ഉണ്ടാക്കണം. അതിന് സർക്കാർ ഇടപെടൽ വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്.